നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയുടെ മിക്കവാറുമുള്ള പ്രദേശങ്ങളൊക്കെ നല്ല പച്ചപ്പോടുകൂടി പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പണ്ടുള്ളവർ പഞ്ചപാണ്ഡവന്മാർ വന്ന് ഇതൊക്കെ നടത്തിയുള്ളതെന്ന് പറഞ്ഞു, ആചാരമൊക്കെ നടത്തുന്നതാണ്. ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ കയറി വന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ഞങ്ങളുടെ മാറുന്നതാണ്. തെന്മല ഉറുകുന്നിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറയും സമീപത്തെ ശിവക്ഷേത്രവും പരിസരവും വിസ്മയമാകുന്നു. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ തെന്മല പഞ്ചായത്തിലെ 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഉറുകുന്ന് പാണ്ഡവൻപാറയിലെ ശിവപാർവതി ക്ഷേത്രം. പുനലൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഉറുകുന്ന് പാണ്ഡവൻപാറയിലേക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 1300 അടി ഉയരത്തിലും 36 ഏക്കറിലുമാണ് പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത്. ഏത് വേനലിലും വറ്റാത്ത കിണറും ഈ പാണ്ഡവൻപാറയിലുണ്ടെന്ന് ഇവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. മലയോര മേഖലയിലെ തെന്മല പഞ്ചായത്തിൽ ഉറുകുന്ന് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളതും ഐതിഹ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് വളരെയധികം ഐതിഹ്യങ്ങൾ ഉണ്ട്. നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1300 അടിയോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 36 ഏക്കർ പാറ, ആ പാറയിലാണ് ഈ ക്ഷേത്രം നിലവിൽ ഉള്ളത്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും എത്തിച്ചേരുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു കയറ്റം കയറി വരുന്ന ക്ഷീണമൊന്നും അറിയാതെ ഇവിടെ ഇരിക്കുന്നതിന് കഴിയുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്ന്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കിണർ ഉണ്ട്, പാറയിൽ കിണർ ഉണ്ട്. എത്ര വേനൽക്കാലത്തും വെള്ളം വറ്റാത്ത ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആൽമരം, ഈ കയറ്റം കയറി വരുന്ന ആളുകൾക്ക് ശുദ്ധവായു നൽകി അവരെ സ്വീകരിക്കുന്ന രീതിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം. പാറപ്പുറത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരം കൊടും വേനലിലും തീർത്ഥാടകർക്ക് കുളിർമയും ശുദ്ധവായുവും നൽകുന്നു. പാണ്ഡവൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് സമീപം പുഷ്പിച്ചു നിൽക്കുന്ന ചെടികളും കാണാം. നിറയെ കായ്ഫലം തരുന്ന നിരവധി നെല്ലിമരങ്ങളും ഈ പാറയിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്നു. മാത്രമല്ല കൂവളം മുതലായ മറ്റു മരങ്ങളും ഈ പാറയിൽ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ വനദുർഗാദേവി അധിവസിക്കുന്നുവെന്ന വിശ്വാസവുമുണ്ട്. കാറ്റും മഴയും വെയിലും ഏൽക്കാതെ കൂറ്റൻ പാറയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ക്ഷേത്രം ഉറുകുന്ന് പാണ്ഡവൻപാറ ശ്രീ ശിവപാർവതി ക്ഷേത്രം 2002 മീനം രോഹിണി നാളിലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ച തന്ത്രി ഇടമന കിഴക്കേമട വെളിനെല്ലൂർ ഗണപതിക്കൊറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. അന്നു മുതൽ രാവിലെയും വൈകിട്ടും ദൈനംദിന പൂജകൾ നടക്കുകയും അതോടൊപ്പം വിശേഷ ദിവസങ്ങളിൽ എല്ലാ മാസവും മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ആയില്യകൂട്ടും നടന്നു വരുന്നു. ഈ ക്ഷേത്രം സമുദ്ര നിരപ്പിൽ നിന്ന് 1300 അടി ഉയരത്തിലും 36 ഏക്കർ വിസ്തൃതിയിലും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപത്തായി മലദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു കാവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിലുള്ള വൃക്ഷങ്ങൾ പാറയ്ക്ക് തണൽ നൽകുന്നു. ക്ഷേത്രത്തിന്റെ ഭാഗമായി ഇവിടെ വിശാലമായ ഒരു ഗുഹയുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് ഒരേ സമയം പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഗുഹയാണത്. പാണ്ഡവൻപാറയിൽ നിന്നാൽ കിലോമീറ്റർ ദൂരത്തിലുള്ള കാഴ്ചകൾ കാണാം. കാട്ടരുവികൾ, കല്ലടയാർ, തെന്മല ഡാം, ലുക്കൌട്ട് തടയിണ, എണ്ണപ്പനത്തോട്ടം, റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, പവർ ഹൗസ് തുടങ്ങി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള പുനലൂർ വട്ടമൺ ജപ്പാൻ കുടിവെള്ള സംഭരണി ഉൾപ്പെടെ
നിരവധി കാഴ്ചകൾ പാണ്ഡവൻപാറയിൽ നിന്നാൽ കാണാൻ കഴിയും. ഒറ്റക്കൽ വഴി കടന്നുപോകുന്ന പുനലൂർ ചെങ്കോട്ട ട്രെയിൻ 5 കിലോമീറ്ററിലധികം ദൂരം വരെ പോകുന്നതും കാണാം. ഉറുകുന്ന് പാണ്ഡവൻപാറ ശ്രീ ശിവപാർവതി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടിയോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 36 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. ഇത് ഒരു നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. ഭൂമിയിലെ കൈലാസം എന്നൊക്കെ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇത്ര ഉയരത്തിലാണെങ്കിലും ഒരു വറ്റാത്ത കിണറുണ്ട്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ജലം വേനൽക്ക് പോലും വറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാണ്ഡവർ വനവാസ കാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ദുർഗാദേവി അർജുനന് പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ വെച്ചാണ്. ഇത് രാവിലെ 5:30 നട തുറക്കും, 9:30 വരെ. ഞായറാഴ്ച ദിവസം രാവിലെ 5:30 നട തുറന്ന് 11:30 ആകുമ്പോൾ നടയടയ്ക്കും. രാവിലെയും വൈകിട്ടും പൂജയുള്ള ക്ഷേത്രമാണ്. പിന്നെ ശിവരാത്രി ദിവസം 3 ദിവസം അടുപ്പിച്ചാണ് ഇവിടെ ഉത്സവം നടക്കാറ്. ശിവരാത്രി ദിവസം ഇവിടെ പൊങ്കാല ഉണ്ടായിരിക്കുന്നതാണ്. ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാണ്ഡവൻപാറ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുള്ള സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം മേഖലയിലാണ് പാണ്ഡവൻപാറ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതും ശ്രദ്ധേയമാണ്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് പാണ്ഡവൻപാറയിൽ വന്ന് വസിച്ചിട്ടുള്ളതായും ഐതിഹ്യവുമുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാ മതത്തിലുമുള്ളവർ ഇവിടെ വരികയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു. ഇടവഴികളിലൂടെ കിലോമീറ്റർ ദൂരം നടന്ന് പാണ്ഡവൻപാറയുടെ മുകളിലെത്തിയാൽ നല്ല കാറ്റും അനുഭവപ്പെടും. ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന പാണ്ഡവൻപാറ ശിവക്ഷേത്രത്തിലെ പൊങ്കാല പ്രസിദ്ധമാണ്. ഈ പാറയിലിരുന്ന് ശിവരാത്രി വ്രതം നോൽക്കാനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിശ്വാസികളും ഏറെയാണ്. ശബരിമല മണ്ഡലച്ചെറുപ്പ് കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി അയ്യപ്പ ഭക്തർ ഇവിടെ വരാറുണ്ട്. പുനലൂരിൽ നിന്നും കിഴക്ക് ഉറുകുന്നു വഴിയും ആര്യങ്കാവ്, തെന്മല, കുളത്തൂപ്പുഴ ഭാഗങ്ങളിൽ നിന്നും ഒറ്റക്കൽ വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.